സർവശക്തനേ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയം ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മന്നയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിലെ 44-ാം വാക്യം. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. ദൈവപൈതലെ, ഒരു വൃക്ഷം ശബ്ദമുണ്ടാക്കി തന്റെ മഹത്വം പ്രഖ്യാപിക്കാറില്ല. അത് സംസാരിക്കുന്നത് അതിന്റെ ഫലത്തിലൂടെ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതവും വാക്കുകളെക്കാൾ ഏറെ ശക്തമായി സംസാരിക്കുന്നത് അവന്റെ സ്വഭാവത്തിലൂടെയായിരിക്കും. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കി നോക്കുന്നു. പക്ഷേ ഹൃദയത്തിലുള്ളത് ഒടുവിൽ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. വേരിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഫലമായി പുറത്തു വരേണ്ടത്. വേര് സത്യം പറഞ്ഞാൽ മണ്ണിനടിയിലാണ്, പക്ഷേ അതിന്റെ സ്വാധീനം എല്ലായിടത്തും ഉണ്ടാകും. ഒരു വൃക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കാണാൻ കഴിയാത്ത ഭാഗത്താണ്. വേര് കണ്ണിൽ നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ശാഖകളുടെ ശക്തിയും ഇലകളുടെ പച്ചപ്പും ഫലത്തിന്റെ മാധുര്യവും എല്ലാം വേരിൽ നിന്ന് മാത്രമാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ രഹസ്യ ജീവിതമാണ് തന്റെ പൊതുജീവിതത്തെ നിർണയിക്കേണ്ടത്. ആരും കാണാത്ത പ്രാർത്ഥനകൾ, ആരും കേൾക്കാത്ത നെടുവീർപ്പുകൾ, ദൈവവുമായിട്ടുള്ള ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ, ഇവയാണ് ആത്മീയ വേരുകൾ എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ ശക്തിയില്ലെങ്കിൽ മുകളിലെ സൗന്ദര്യം അധിക നാൾ നിലനിൽക്കാറില്ല. ഫലമുണ്ടാക്കാൻ വൃക്ഷം ശ്രമിക്കുന്നില്ല. ഒരു മുന്തിരിവള്ളി മുന്തിരിപ്പഴം കായ്ക്കാൻ പരിശ്രമിക്കുന്നില്ല. അത് ജീവിക്കുന്നു, അതുകൊണ്ട് ഫലം വരുന്നു. നമ്മുടെ വലിയ പ്രശ്നം ഇതാണ്. ഫലമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ക്രിസ്തുവിൽ വസിക്കാൻ നാം മറന്നു പോകാറുണ്ട്. സ്നേഹം ഒരുപക്ഷെ അഭിനയിക്കാം, സമാധാനം വേണമെങ്കിൽ നടിക്കാം, ആത്മീയത വേണമെങ്കിൽ പ്രദർശിപ്പിക്കാം. പക്ഷേ യഥാർത്ഥ ഫലം ഒരിക്കലും നിർമ്മിക്കാൻ കഴിയത്തില്ല. അത് വളർന്നു വരേണ്ടതാണ്. യഥാർത്ഥ ഫലം വളരുന്നതാണ്, അത് ഉണ്ടാക്കുന്നതല്ല. കർത്താവായ യേശുക്രിസ്തുവിനോട് അടുത്തിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് അത് സ്വാഭാവികമായി പുറപ്പെട്ടു വരും. ഒരു കൊടുങ്കാറ്റാണ് വേരിന്റെ ആഴം തെളിയിക്കുന്നത്. സൂര്യപ്രകാശമുള്ള ദിവസങ്ങളിൽ എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെയാണ്. പക്ഷേ ഒരു കൊടുങ്കാറ്റ് വന്നാൽ നമുക്ക് തിരിച്ചറിയാം അതിന്റെ വ്യത്യാസം. ആഴത്തിലേക്ക് ഇറങ്ങിയ വേർ അത് നിലനിൽക്കും, ആഴമില്ലാത്തത് വീണുപോകും. നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പരീക്ഷണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നേരിടാറുള്ള നഷ്ടങ്ങൾ, നിരാശകൾ, വഞ്ചനകൾ, ഇവ നിങ്ങളെ തകർക്കാൻ മാത്രമല്ല വരുന്നത്, നിങ്ങളുടെ വേറെത്ര ആഴത്തിലാണ് എന്ന് വെളിപ്പെടുത്താനും കൂടെയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ആത്മാവ് സാഹചര്യങ്ങൾ മാറുമ്പോൾ തകരാറില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുഗന്ധം അത് ഫലമായി പുറപ്പെടുവിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് വെറും ഒരു നല്ല സ്വഭാവം മാത്രമല്ല, അത് യേശുവിന്റെ സുഗന്ധമാണ്. നിങ്ങളെ കാണുമ്പോൾ ആളുകൾ നിങ്ങളുടെ കഴിവ് മാത്രമല്ല കാണേണ്ടത്, നിങ്ങളിൽ യേശുവിനെ കാണണം. നിങ്ങളുടെ വാക്കുകളിൽ അവന്റെ കൃപ നിറഞ്ഞിരിക്കണം. നിങ്ങളുടെ പെരുമാറ്റത്തിൽ അവന്റെ സ്നേഹം നിറഞ്ഞിരിക്കണം. നിങ്ങളുടെ ക്ഷമയിൽ അവന്റെ ഹൃദയം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിൽ യേശുവിന്റെ മഹത്വം പ്രതിഫലിക്കണം. ഇതാണ് യഥാർത്ഥ ആത്മീയ ഫലം എന്ന് പറയുന്നത്. ദൈവം ഇന്ന് ഫലത്തെക്കാൾ വേരിനെ കുറിച്ച് സംസാരിക്കുന്നത്. കാരണം വേര് ശരിയായെങ്കിൽ മാത്രമേ ഫലം നല്ലത് പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഫലമുണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു മാങ്ങയുടെ കുരു നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും തെങ്ങല്ല മുളച്ചു വരേണ്ടത്. മാങ്ങയുടെ കുരു ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും മാവ് തന്നെയാണ് പുറത്തു വരേണ്ടത്. അതുപോലെ തന്നെ ക്രിസ്തു എന്ന ആ വിത്ത് നാം നട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഫലം പുറപ്പെടുവിക്കേണ്ടത് ക്രിസ്തുവിന്റെ ഫലങ്ങളായിരിക്കണം. ക്രിസ്തുവിനോടുകൂടി അടുത്തിരിക്കൂ. വേരുകൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ നിങ്ങളുടെ ജീവിതം അറിയാതെ തന്നെ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തുടങ്ങും. വേരിൽ ക്രിസ്തുവുണ്ടെങ്കിൽ ഫലത്തിൽ ക്രിസ്തുവിനെ ലോകം കാണും. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാത സമയം, ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, നിങ്ങളുടെ വേരാഴത്തിലേക്ക് കടന്നു പോയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ആ വേരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരും. ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരും. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്വഭാവം നിങ്ങളിൽ വെളിപ്പെട്ടു വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ലോകത്തിലേക്ക് നിങ്ങളുടെ സൗരഭ്യവാസന പരത്തുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാത സമയം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വേരൂന്നുന്നതോ
അത്രത്തോളം നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ അടിച്ചാലും, എത്ര വലിയ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചാലും, എത്ര വലിയ പർവ്വതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു വന്നാലും അതൊന്നും നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയത്തില്ല. കാരണം നിങ്ങളുടെ പേര് ക്രിസ്തുവിലാണ് ഊന്നിയിരിക്കുന്നത്. ആയതിനാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ആത്മീയ വേരുകൾ കൂടുതൽ ആഴത്തിലാക്കുവാൻ എന്നെ സഹായിക്കണമേ. മനുഷ്യർ കാണുന്ന ജീവിതത്തെക്കാൾ അങ്ങയെ കാണുവാൻ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സ്വഭാവം വളരുവാൻ അനുവദിക്കണം. ഞങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും യേശുക്രിസ്തുവിന്റെ മാധുര്യം വെളിപ്പെടുവാൻ സഹായിക്കണം. ഫലത്തിനു വേണ്ടി ഓടുന്നവരല്ല, നിന്നിൽ വസിക്കുന്നവരാകുവാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെയും വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.